നമസ്കാരം സുഹൃത്തുക്കളെ. മമ്മൂട്ടി നായകനായി വേഷമിട്ട് വന്ന ചിത്രമാണ് ടർബോ. മമ്മൂട്ടിയുടെ ടർബോ ആഗോളതലത്തിൽ 70 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത്. 2024 കേരളത്തിൽ നിന്നും റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു. മമ്മൂട്ടി നായകനായി എത്തിയ ടർബോയുടെ OTT റിലീസ് അപ്ഡേറ്റ് നിലവിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. സോണി ലിവിലൂടെ ടർബോ ജൂലൈ 12-ന് OTTയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ടർബോ റിലീസിന് 6 കോടി രൂപയിലധികം നേടിയാണ് 2024 ഒന്നാമതെത്തിയത്. പൃഥ്വിരാജ് നായകനായി എത്തിയ ആട് ജീവിതം 5.83 കോടി രൂപ നേടി കേരളത്തിൽ മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംവിധാനം വൈശാഖാണ് നിർവഹിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ 5.85 കോടിയുമായി റിലീസിന് കേരളത്തിൽ 2ാം സ്ഥാനത്തെത്താനായി. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ കമ്പനികളിലൊന്നാണ് ആശീർവാദ് സിനിമാസ്. മോഹൻലാലിന്റെ മാനേജറായ ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയുള്ള ആശീർവാദ് മലയാള സിനിമയ്ക്ക് മികച്ച സിനിമകൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആദ്യ ചിത്രമായ നരസിംഹവും മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായ ദൃശ്യവും ആശീർവാദാണ് നിർമ്മിച്ചത്. മോഹൻലാലിന്റെ സന്നദ്ധ സഹചാരിയായ ആന്റണി പെരുമ്പാവൂർ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച സെൽഫി വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഹെലികോപ്റ്ററിൽ വെച്ച് മോഹൻലാൽ തന്റെ ഫോണിലെടുത്ത സെൽഫി വീഡിയോയാണ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചത്. ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയുടെ ഒടുവിൽ മോഹൻലാലിനെയും കാണുന്നുണ്ട്. വിത്ത് മോഹൻലാൽ സാർ എന്ന ക്യാപ്ഷനോടെയാണ് ആന്റണി വീഡിയോ പങ്കുവച്ചത്. മിനിറ്റുകൾ കൊണ്ട് 50,000-ത്തിലധികം ലൈക്കുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചത്. മോഹൻലാൽ അഭിനയിച്ച പരസ്യത്തിലെ ഹിറ്റ് ഡയലോഗായ ഉയരം കൂടുന്തോറും ചായയ്ക്ക് രുചി കൂടും എന്ന ഡയലോഗിന് മാറ്റം വരുത്തി ഉയരം കൂടുന്തോറും സെൽഫിയുടെ മൊഞ്ച് കൂടും എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്ന ബറോസ് ആണ് ആശീർവാദ് സിനിമാസിന്റെ പുതിയ ചിത്രം. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ച സിനിമ 2021 ഷൂട്ട് തുടങ്ങിയെങ്കിലും കോവിഡ് കാരണം മുടങ്ങിയിരുന്നു. വൻ ബഡ്ജറ്റിലെത്തുന്ന ചിത്രം കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വലുകൾ കൊണ്ട് സമ്പന്നമാണ്. മോഹൻലാൽ തന്നെയാണ് ടൈറ്റിൽ കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. ഓണം റിലീസായ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്.